ചൈനയും റഷ്യയുമായി ചേർന്ന് രൂപപ്പെട്ട ഇന്ത്യയുടെ ഐക്യത്തിന് വിള്ളലുണ്ടാക്കി അമേരിക്കയോട് നയതന്ത്ര തലത്തിൽ വീണ്ടും അടുക്കാൻ മോദി സർക്കാരിൻ്റെ നീക്കം. പരസ്പരം പുകഴ്ത്തിയും ട്രംപും മോദിയും. കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ട്രംപിനെ അഭിനന്ദിച്ച് മോദി രംഗത്തെത്തിയത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ആദ്യം പറഞ്ഞു ചൈനയുടെ അഗാധ ഗർത്തത്തിൽ റഷ്യയും ഇന്ത്യയും വീണു എന്ന്, സമൃദ്ധി നേരുന്നു എന്നൊക്കെ പരിഹസിച്ചു. അതിനുശേഷം പിന്നീടാണ് മോദിയെ പുകഴ്ത്തി ഒരു വാക്കുമായി ട്രംപ് വന്നത്. അത് കേട്ടപാട് കേൾക്കാത്ത പാതി മോദി പിന്തുണയ്ക്കുകയാണ് ആ പഴയ ഫ്രണ്ടിനെ, ട്രംപിനെ. ഇത് നയതന്ത്ര തലത്തിലെ വലിയ വീഴ്ചകളിലേക്ക് നയിക്കും. എന്തൊക്കെയാണ് മോദിയുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ? അജിംഷാദ്, തീർച്ചയായിട്ടും നിലവിലെ നയതന്ത്ര തലത്തിൽ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സമീപനമാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം അമേരിക്ക ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയും ഇന്ത്യക്ക് മുകളിൽ 50% തീരുവ അടക്കം ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിനടക്കം വലിയ തോതിൽ വിമർശിക്കുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ, ചൈന, റഷ്യ അത്തരത്തിലൊരു ബന്ധം കൂടുതൽ ശക്തമാവുന്ന സമീപനമുണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും മോദിയെ പുകഴ്ത്തുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച ഒരു നേതാവാണ്, മഹാനായ പ്രധാനമന്ത്രിയാണ് എന്നൊരു പ്രതികരണമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ ട്രംപിൻ്റെ പ്രതികരണം, അല്ലെങ്കിൽ ഈ വാക്ക് കേൾക്കാൻ കാത്തിരുന്ന പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി സമൂഹ മാധ്യമമായ എക്സിൽ ട്വീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ട്രംപിൻ്റെ പ്രസ്താവനയെ അങ്ങേയറ്റം വിലമതിക്കുന്നു, അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ആ വികാരം പങ്കുവയ്ക്കുന്നു എന്നതാണ് മോദി പറഞ്ഞു വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പോലും ട്രംപ് ചൂണ്ടിക്കാട്ടിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ഇന്ത്യയുടെ നടപടി അത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഇഷ്ടമല്ല. നിലവിൽ മോദിയുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല നിലപാടുകളും തനിക്ക് ഇഷ്ടക്കേടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ നരേന്ദ്രമോദി മഹാനായ നേതാവാണ് എന്നൊരു വാക്ക് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ തന്നെ അതിൽ വലിയൊരു പ്രതികരണം മോദിയുടെ ഭാഗത്തു നിന്ന് വരുന്ന, അത്തരത്തിൽ ഇരു നേതാക്കളും പരസ്പരം പുകഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. പക്ഷേ അത്തരത്തിൽ പരസ്പരം പുകഴ്ത്തിലേക്ക് പോകുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യക്ക് സഹായവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നയതന്ത്ര ബന്ധത്തിലടക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തലത്തിലേക്കാണ് മോദി വീണ്ടും ട്രംപിന് വിധേയപ്പെടുന്ന തലത്തിലേക്ക് പോയിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വ്യക്തി താല്പര്യമല്ല, രാജ്യ താല്പര്യമാണ് വിദേശ നയങ്ങളിൽ പ്രത്യേകിച്ചും നിലനിർത്തേണ്ടത്. മോദി അത് മറക്കുന്നു. ട്രംപിൻ്റെ കേവലമായ പുകഴ്ത്തലുകൾക്ക് മുന്നിൽ ചൈനയുമായി ഉണ്ടാക്കിയ ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം രൂപപ്പെട്ട നയതന്ത്രപരമായ വികാസങ്ങളെയൊക്കെ കൊണ്ടുകളയുന്ന തരത്തിലേക്ക് മോദിയുടെ പ്രതികരണം എത്തുന്നു, ട്രംപിന് അനുകൂലമായി. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ രാജ്യാന്തര രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നത്. വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.